students, welcome back to Bosco Campus Vision. In the previous session, we discussed the two main methods of collecting primary data, that is interview method and observation method. So in this session, we will look into the last method of collecting primary data, that is focus group interview method. What is secondary data, the internal and external sources of obtaining secondary data, and the main differences between primary data and secondary data. So the next and last method of collecting primary data is focus group interview method. Focus group interview is a tool for qualitative research consisting of interviews in which a group of people are asked about their perceptions, opinions, beliefs and attitudes towards a product, service, concept, advertisement, idea or packaging. Questions are asked in an interactive group setting where participants are free to talk with other group members. സോ നേരത്തെ രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂവിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മെത്തേഡിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇവിടെ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്ററും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമാണ് ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി ആ ഒരു പാർട്ടിസിപ്പൻസിൻ്റെ പെർസെപ്ഷൻസും ഒപ്പീനിയൻസും ബിലീഫ്സും ആറ്റിറ്റ്യൂഡ്സും എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സെഷനാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ ഈ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് മിനിമം 4 പീപ്പിളും മാക്സിമം 10 പീപ്പിളും വരെ ആവാറുണ്ട്. സോ മിനിമം 4ഉം മാക്സിമം 10ഉം ഒക്കെ ആവുന്നെങ്കിലും ഒരു ബെസ്റ്റ് ഫോക്കസ് ഇൻ്റർവ്യൂവിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോക്കസ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാനുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് 8 മെമ്പേഴ്സാണ്. 8 മെമ്പേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ആക്റ്റീവ്ലി ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. സോ ഇതിൽ ഓരോ പാർട്ടിസിപ്പൻസിനോടും ഇൻവെസ്റ്റിഗേറ്റർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവരുടെ ഒപ്പീനിയൻസും അവരുടെ പെർസെപ്ഷൻസും എല്ലാം കളക്ട് ചെയ്യും. ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഇൻ്റർവ്യൂ സെഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള അവസരവും ഉണ്ട്. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ടൂളായിട്ട് നമുക്ക് ഈ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ മെത്തേഡിനെ യൂസ് ചെയ്യാം. സോ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡിനെയും കാട്ടി കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ബിക്കോസ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു സമയത്ത് പല ആൾക്കാരുടെ പല അഭിപ്രായങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പേഴ്സണൽ ഇൻ്റർവ്യൂവിലാവുമ്പം ഓരോ ആൾക്കാരെയും സെപ്പറേറ്റ് ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. The selection of the interview process mainly depends on the type of the situation and the type of data that is needed to be collected. ചില കേസസിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും കളക്ട് ചെയ്യേണ്ടത്. സോ ആ സിറ്റുവേഷനിൽ നമുക്ക് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് പേഴ്സണൽ ഇൻ്റർവ്യൂ തന്നെ കണ്ടക്ട് ചെയ്യണം. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വൈറലായി നിൽക്കുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ അത് നമുക്ക് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ വെച്ച് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. So this is all about the concept of focus group interview. Next we will look into some of the main advantages of this focus group interview. First one, the researcher can interact with the participant, force follow-up questions or ask questions that probe more deeply. സോ ഇവിടെ റിസർച്ചറും റെസ്പോണ്ടൻസും തമ്മിലൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ് വരുന്നത്. ഇൻ്റർവ്യൂ മെത്തേഡ് പോലെ തന്നെ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ് റിസർച്ചറും പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ റെസ്പോണ്ടൻസും തമ്മിൽ ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പൻസിനോട് ചോദിക്കാം. ഇപ്പോൾ മുൻപേ പ്രിപ്പയർഡ് അല്ലെങ്കിൽ പോലും അപ്പോൾ അവർ തരുന്ന ആൻസേഴ്സിനനുസരിച്ചുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് റിസർച്ചിന് അവരോട് ചോദിക്കാം. സോ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ റിസൾട്ട്സ് ക്യാൻ ബി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ദാൻ കോംപ്ലിക്കേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനേഴ്സും സർവേസും വഴിയൊക്കെ കളക്ട് ചെയ്യുന്ന ഡേറ്റ പിന്നെ അനലൈസ് ചെയ്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാക്കി അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ചെറിയ ഗ്രൂപ്പ് ഇൻ്റർവ്യൂസൊക്കെ നടത്തി ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ്. മച്ച് ഈസിയർ വേ ഓഫ് ഡേറ്റ കളക്ഷൻ ആണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കാൽക്കുലേഷൻസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. Next, the researcher can get information from non-verbal responses such as facial expressions or body language. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ് റിസർച്ചറും പാർട്ടിസിപ്പൻസും തമ്മിൽ. ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ആണ്. അവർ നേരിൽ കാണുകയാണ്. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഇൻ കേസ് അവരതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പോലും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്നും റിസർച്ചിന് അതിൻ്റെ ആൻസർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരെത്രത്തോളം ആ ഒരു ടോപ്പിക്കിൽ ഇൻവോൾവ്ഡ് ആണ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി അവർക്ക് അറിയാം എന്നുള്ളത് ഈസി ആയിട്ട് അവരുടെ നോൺ വെർബൽ റെസ്പോൺസിൽ നിന്നും മനസ്സിലാക്കാനായിട്ടും സാധിക്കും.
So collecting the information from the non-verbal responses is another major advantage of focus group interview. And the last advantage is that information is provided more quickly than if people were interviewed separately. So പേഴ്സണൽ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നതിനെക്കാട്ടി വളരെ ഈസിയാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് സമയം കളയുന്നതിലും നല്ലത് ഒറ്റയടിക്ക് ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ നടത്തി വേരിയഡ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ്. So focus group interviews are considered to be time saving and less costly when compared to personal interviews. So these are the main advantages of conducting a focus group interview. So with this part we are concluding the topic methods and techniques of collecting primary data. The four main methods we discussed are survey method, interview method, observation method and focus group interview method. So the next main type of data is secondary data. Secondary data refers to the data which is collected by someone other than the user. It is the data that have already collected and readily available from other sources. So primary data was something which was collected by the researcher or the user himself. But secondary data is something which is collected by someone other than the user. ആ ഡേറ്റ യൂസ് ചെയ്യുന്ന വ്യക്തി അല്ലാതെ മറ്റൊരാൾ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അത് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയാണ്, നമുക്കത് പല സോഴ്സിൽ നിന്നും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. Such data are cheaper and more quickly obtainable than the primary data and also may be available when primary data cannot be obtained at all. സോ ഈ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചീപ്പറാണ്. പ്രൈമറി ഡേറ്റ ഒപ്റ്റെയിൻ ചെയ്തതിനും കാട്ടി ഈസി ആയിട്ട് നമുക്ക് സെക്കൻഡറി ഡേറ്റ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണെങ്കിൽ റിസർച്ചേഴ്സും ഫൈൻഡേഴ്സും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡേറ്റ എന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റയാണ്. സോ പ്രൈമറി ഡേറ്റ ഇസ് ദ ഫ്രഷ് ഡേറ്റ കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഓർ ദ ഫൈൻഡർ ഓർ ദ യൂസർ, whereas secondary data is a data collected by someone other than the user and is readily available from the other sources. So the investigator can obtain secondary data from both the sources of the organization, that is mainly internal sources and external sources. So നമ്മൾ നേരത്തെ പറഞ്ഞു പല സോഴ്സിൽ നിന്നും നമുക്ക് സെക്കൻഡറി ഡേറ്റ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. മെയിനായിട്ടും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് രണ്ട് സോഴ്സസ് ആണ് ഉള്ളത്, ഇൻറ്റേർണൽ സോഴ്സസും അതേപോലെ എക്സ്റ്റേർണൽ സോഴ്സസും. ഇൻറ്റേർണൽ സോഴ്സസ് മീൻസ് ദ സോഴ്സസ് വിച്ച് ആർ ഇൻറ്റേർണൽ ടു ദ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള പലതരം സോഴ്സസ് ആണ് നമ്മൾ ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത്. വെറാസ് എക്സ്റ്റേർണൽ സോഴ്സസ് മീൻസ് ദ സോഴ്സസ് വിച്ച് ആർ എക്സ്റ്റേർണൽ ടു ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള പലതരം സോഴ്സസ് ആണ് എക്സ്റ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത്. So the two main sources from which secondary data can be obtained are internal sources and external sources. So the main internal sources of secondary data are sales report, financial statement, customer details like name, age, contact details, etc., annual report of the company, minutes of company meeting, official letters and diaries relating to the company, etc. സോ ഇതൊക്കെയാണ് സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വേരിയസ് ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ് സെയിൽസ് റിപ്പോർട്ട്, ദ വേരിയസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇസ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എക്സെട്ര, കസ്റ്റമർ ഡീറ്റെയിൽസ് ലൈക്ക് നെയിം, ഏജ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, എക്സെട്ര, ആനുവൽ റിപ്പോർട്ട്സ് ഓഫ് ദ കമ്പനി, മിനിറ്റ്സ് ഓഫ് കമ്പനി മീറ്റിംഗ് ആൻഡ് ദ വേരിയസ് ലെറ്റേഴ്സ് ആൻഡ് diaries officially related to the company. So these are the various internal sources, and there are several external sources from where the secondary data can be collected, and these include government census like the population census, agricultural census, etc., business journals, social books, business magazines, internet, newspapers, radio, television, films, autobiographies, biographies, encyclopedias, newspapers, etc. So ഒരു കമ്പനിയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏത് സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് സെക്കൻഡറി ഡേറ്റ ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയാം. സോ ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത് കമ്പനിയായിട്ട് റിലേഷൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസ് ആണ്. വെറാസ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ അത് പബ്ലിക്ലി അവൈലബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഈ ഡേറ്റാസൊക്കെ ഈ പല സോഴ്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ബിസിനസ് ജേർണൽസ്, ബിസിനസ് മാഗസിൻ, സോഷ്യൽ ബുക്സ്, റേഡിയോ, ടെലിവിഷൻ
എൻസൈക്ലോപീഡിയാസ്, ബയോഗ്രഫീസ്, ഓട്ടോബയോഗ്രഫീസ്, ഇതെല്ലാം ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ആക്സസ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസ് ആണ്. So secondary data refers to the data which is collected by someone other than the user, and there are mainly two sources of obtaining secondary data, that is internal sources and external sources. Internal sources means the sources which are related to internal affairs of the company, whereas external sources means the sources which are external or publicly available sources. So this is all about secondary data. Next we will look into some of the main differences between primary data and secondary data. First of all, on the basis of meaning, primary data refers to the first-hand data gathered by the researcher himself, whereas secondary data means data collected by someone else earlier. സോ നമുക്കറിയാവുന്ന കാര്യമാണ്, പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് ഡേറ്റയാണ്, അത് റിസർച്ചർ സ്വയമേ കളക്ട് ചെയ്യുന്നതാണ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് നേരത്തെ ആരോ കളക്ട് ചെയ്തിരുന്ന ഡേറ്റ നമ്മൾ പിന്നീട് അത് യൂസ് ചെയ്യുന്നതാണ്. സോ ദ ഡേറ്റ ഇൻ പ്രൈമറി ഡേറ്റ ഈസ് കൺസിഡർഡ് ടു ബി റിയൽ ടൈം ഡേറ്റ, വെറാസ് ദ സെക്കൻഡറി ഡേറ്റ ഈസ് പാസ്റ്റ് ഡേറ്റ. ഫസ്റ്റ് ഹാൻഡ് ഗ്യാതറിംഗ് ആയതുകൊണ്ട് തന്നെ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് റിയൽ ടൈം ഡേറ്റയാണ്, വെറാസ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് പാസ്റ്റ് ഡേറ്റയാണ്. Next, the process of collecting primary data is considered to be very involved, whereas secondary data is quick and easy. സോ ഒരു റിസർച്ചർ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്ത് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്, whereas secondary data is comparatively quick and easy to collect and use. സോ പ്രൈമറി ഡേറ്റ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസിയും ഫാസ്റ്റർ ആയിട്ട് കളക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. Next, on the basis of methods or sources, primary data are collected through surveys, observation, experiment, questionnaires, personal interviews, etc. Whereas secondary data are collected through internal and external sources which include government publications, websites, books, journal articles, internal records, minutes of the meetings, annual reports of the company, etc. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത മെത്തേഡ്സ് ആണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ്: സർവേ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, ക്വസ്റ്റനെയർ, പേഴ്സണൽ ഇൻ്റർവ്യൂ, എക്സ്പെരിമെൻറ്റ്സ്, എക്സെട്ര. വേറെ സെക്കൻഡറി ഡേറ്റ ഒബ്റ്റെയിൻ ചെയ്യുന്ന രണ്ട് മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് ഇന്റേണൽ സോഴ്സസ് ആൻഡ് ദ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ദ കമ്പനി. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് effectiveness, primary data is considered to be more expensive, whereas secondary data is considered to be more economical. സോ കളക്ഷൻ ഓഫ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്. കമ്പാരിറ്റീവ്ലി സെക്കൻഡറി ഡേറ്റയുടെ കളക്ഷൻ എന്ന് പറയുന്നത് എക്കണോമിക്കൽ അല്ലെങ്കിൽ ലെസ് കോസ്റ്റ്ലി ആണ്. നെക്സ്റ്റ്, ദ കളക്ഷൻ ടൈം റിക്വയർഡ് ഫോർ പ്രൈമറി ഡേറ്റ ഈസ് മച്ച് ലോങ്, വേറാസ് ദ കളക്ഷൻ ടൈം റിക്വയർഡ് ഫോർ സെക്കൻഡറി ഡേറ്റ ഈസ് ഷോർട്ട്. സോ കൂടുതൽ സമയം എടുത്താണ് നമ്മൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നത്, അതേസമയം ഒരു ചെറിയ സമയം അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു ഷോർട്ട് ടൈം പീരീഡ് കൊണ്ടാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ബിക്കോസ് അത് റെഡിലി അവൈലബിൾ ആണ്. പ്രൈമറി ഡേറ്റ അങ്ങനെയല്ല, കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്താണ് നമുക്ക് വേണ്ടുന്ന ഇൻഫോർമേഷൻ ആയിട്ട് മാറ്റുന്നത്. സെക്കൻഡറി ഡേറ്റയെ സംബന്ധിച്ച് അത് റെഡിലി അവൈലബിൾ ആണ്, ജസ്റ്റ് അത് കളക്ട് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ്, ദ പ്രൈമറി ഡേറ്റ ഈസ് ഓൾവേസ് സ്പെസിഫിക് ടു ദ റിസർച്ചേഴ്സ് നീഡ്സ്, വെറാസ് സെക്കൻഡറി ഡേറ്റ മേ ഓർ മേ നോട്ട് ബി സ്പെസിഫിക് ടു ദ റിസർച്ചേഴ്സ് നീഡ്സ്. സോ ഒരു റിസർച്ചറിന് കറക്റ്റായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് പ്രൈമറി ഡേറ്റ ആയിട്ട് കളക്ട് ചെയ്യുന്നത്. എന്താണോ ആ റിസർച്ചറിന് വേണ്ടുന്നത് അത് അദ്ദേഹം ഒബ്ജക്റ്റീവ് ആക്കി മാറ്റി അത് സ്പെസിഫിക് ആയിട്ടാണ് പ്രൈമറി ഡേറ്റ ആയിട്ട് കളക്ട് ചെയ്യുന്നത്. വേറെ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് അത് സ്പെസിഫിക് ആകണമെന്നില്ല, ചിലപ്പം സ്പെസിഫിക് ആകാം. കുറേ ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിരിക്കും, അതിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടുന്നത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. നെക്സ്റ്റ്, ദ പ്രൈമറി ഡേറ്റ ഈസ് ഓൾവേസ് അവൈലബിൾ ഇൻ ക്രൂഡ് ഫോം, വെറാസ് ദ സെക്കൻഡറി ഡേറ്റ ഈസ് അവൈലബിൾ ഇൻ റിഫൈൻഡ് ഫോം. സോ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് ഹാൻഡ് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ്. സോ അത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടൊന്നുമില്ല, അനലൈസ് ചെയ്തിട്ടില്ല. സോ അതൊരു ക്രൂഡ് ഫോമിലായിരിക്കും നമുക്ക് അവൈലബിൾ ആകുന്നത്, പിന്നീടാണ് നമ്മളത് അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്നത്. സെക്കൻഡറി ഡേറ്റ അങ്ങനെയല്ല, അത് ഓൾറെഡി റിഫൈൻ ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലും ജേർണൽസിലും മാഗസീൻസിലും ഒക്കെ അവൈലബിൾ ആവുന്ന ഡേറ്റയാണ്. സോ അതിന് ഫെർദർ പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി അത് റിഫൈൻഡ് ഫോമിലാണ് അവൈലബിൾ ആകുന്നത്. And the last difference is that primary data is considered to be more accurate and reliable, whereas secondary data is comparatively less reliable and accurate. സോ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് റിസർച്ചർ അല്ലെങ്കിൽ ഫൈൻഡർ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ്, അതുകൊണ്ട് തന്നെ അത് അക്യുറേറ്റും ആയിരിക്കും, കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നതുമായിരിക്കും. whereas secondary data is already or readily available source of data, so the accuracy and reliability is considered to be less
when compared to that of primary data. ടെക്സ്റ്റ് ബുക്കിലും ജേർണൽസിലും ഒക്കെ അവൈലബിൾ ആവുന്ന ചില കാര്യങ്ങൾ സത്യമാകണമെന്നില്ല. ചിലപ്പോൾ ആ ഓത്തർ അല്ലെങ്കിൽ ആ ഒരു റിസർച്ചർ അദ്ദേഹത്തിൻ്റെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ അതിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവാം. സോ അതുകൊണ്ടാണ് സെക്കൻഡറി ഡേറ്റ പ്രൈമറി ഡേറ്റയും കാട്ടി ലെസ് അക്യുറേറ്റ് ആൻഡ് റിലയബിൾ എന്ന് പറയുന്നത്. So these are the main differences between a primary data and secondary data. So in this session we discussed about focus group interview method of collecting primary data, meaning and concept of secondary data, the various internal and external sources of obtaining secondary data, and the main differences between primary data and secondary data. Hope all are clear with the topics. Thank you.